600 കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്രയിൽ മോശം കാലാവസ്ഥ കാരണം വിമാനത്തിന്റെ വേഗത കുറയ്ക്കേണ്ടി വന്നു. ശരാശരി വേഗതയിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ കുറവ് വന്നപ്പോൾ, അതായത് 600 കിലോമീറ്റർ ആണ് അതിന്റെ വേഗത. അതിന്റെ പോയിരുന്ന സ്പീഡിന്റെ 200 കിലോമീറ്റർ പെർ ഹവർ കുറച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ എത്തേണ്ടത് 30 മിനിറ്റ് വർദ്ധിച്ചു എങ്കിൽ വിമാനത്തിന്റെ യാത്രാ സമയം എന്താണ്? അപ്പൊ ഇത് ആദ്യം തന്നെ ഏത് ടോപ്പിക്കായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി കാണുമല്ലോ. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ആകെ നമുക്ക് തന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ആണ്. അതിൽ തന്നെ രണ്ട് കേസ് ഈ പറയുന്ന നല്ലപോലെ പോയിരുന്നപ്പോ പോയിരുന്നപ്പോ ഉള്ള സമയവും അതേപോലെ കാലാവസ്ഥ വ്യതിയാനം കാരണം 30 മിനിറ്റ് വർദ്ധിച്ചതിന് ശേഷമുള്ള സമയം തമ്മിലുള്ള ഡിഫറൻസ് 30 മിനിറ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ടൈം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന സമയം, ഒറിജിനൽ സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. നമുക്ക് സ്പീഡ് അറിയില്ല, അതുകൊണ്ട് നമ്മൾ സ്പീഡിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന്. അപ്പം ഈ ടൈം എന്ന് പറയുന്നത് ഒറിജിനൽ, ആദ്യത്തെ കേസ് ഒറിജിനൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 600 ഡിവൈഡഡ് ബൈ സ്പീഡിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിനെ ഞാനിപ്പോ തൽക്കാലം ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതേപോലെ തന്നെ പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കാരണം എന്തോ ഒരു കാരണം കൊണ്ട് ഉണ്ടായിരുന്ന ടൈം ടി എന്ന് പറയണത്, അല്ലെങ്കിൽ T1 എന്ന് പറയണത് ഈ പറയുന്ന 200 കിലോമീറ്റർ കുറവ് വന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തില്? വേഗതയിൽ 200 കിലോമീറ്റർ കുറവ് വന്നു. അതായത് ഡിസ്റ്റൻസ് ഈ 600 തന്നെയാണ്. ഈ 200 കിലോമീറ്റർ പെർ ഹവർ കുറവ് എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്പീഡിൽ നിന്ന് എക്സ് 200 കിലോമീറ്റർ പെർ ഹവർ കുറച്ചു. അതാണ് 600 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 200 എന്ന് എഴുതുന്നത്. അപ്പം ഈ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് 30 മിനിറ്റ് വർദ്ധിച്ചു. അതായത് ഈ രണ്ടാമത്തേന്ന് ആദ്യത്തേത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതായത് T1 മൈനസ് ടി ചെയ്ത് കഴിഞ്ഞാൽ 1/2 30 മിനിറ്റ് വർദ്ധിച്ചു. 30 മിനിറ്റ് വർദ്ധിച്ചു പറയുമ്പോൾ നമ്മൾ ഹവറിൽ കൺസിഡർ ചെയ്യുമ്പോൾ 60/30 30/60. അപ്പൊ 1/2 എന്ന് വേണമെങ്കിൽ എഴുതാം. T ഈക്വൽ ടു 1/2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ നമ്മൾ ആൻസർ ആയിട്ടില്ല. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇക്വേഷൻ വൈസ് നമ്മൾ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം T1 600 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 200 മൈനസ് 600 ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1/2. ഇതിപ്പോ ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. ഇത് അങ്ങനെ ക്രോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 600 എക്സ് മൈനസ് 600 എക്സ് പ്ലസ് 12,000,000 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 200 ഈക്വൽ ടു 1/20. ഈ 600 എക്സും 600 എക്സും കട്ട് ചെയ്യുന്നു. 1 2 0 0 0 0 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 200 ഈക്വൽ ടു 1/2. അങ്ങനെ വരുമ്പം ഈ 2നെ ഞാൻ ഇങ്ങോട്ട് ഇടുമ്പം 24,000,000 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 200. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 200 എക്സ് കിട്ടോ. അങ്ങനെ വരുമ്പം ഈക്വൽ ടു 0 വരും. ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറും മൈനസ് 200 എക്സ് ഇങ്ങോട്ട് പോകുമ്പം എക്സ് സ്ക്വയർ മൈനസ് 200 എക്സ് മൈനസ് 24,000,000 ഈക്വൽ ടു 0. ഇതിപ്പോ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായി. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ആ ഇക്വേഷൻ അറിയാലോ. അത് യൂസ് ചെയ്തിട്ട് എന്താക്കാണ് നമ്മൾ ഈ ഒരു എക്സിന് വാല്യൂ കണ്ടെത്തും. ഈ എക്സിന് വാല്യൂ കണ്ടെത്തും എന്ന് പറയുമ്പോൾ എക്സ് നമ്മളെ ഒറിജിനൽ സ്പീഡാണ്. ഈ എക്സിന്റെ വാല്യൂ നമുക്ക് അപ്പം കിട്ടും, ഒറിജിനൽ സ്പീഡാണ്. അപ്പം ഇതിന്റെ അർത്ഥം അതായത് ഈ പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ പെട്ടെന്ന് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പറയുന്നത് മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക, ബാക്കിയുള്ളവർ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് വേറെ എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -200ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24,000 കിട്ടുന്നത് ഏതാണോ 10 100 1000 10,000 ലക്ഷം 2,40,000 കിട്ടുന്നത് ഏതോ അതാണ്. അതായത് എക്സ് മൈനസ് 200ഉം എക്സ് മൈനസ് 6 4 ആണ്. അപ്പം
600ഉം 400ഉം ആയിരിക്കും. 600ഉം 400ഉം ആയിരിക്കും വരാ. 600ഉം 400ഉം ആയിരിക്കും വരാ. അങ്ങനെ വരുമ്പം നമ്മുടെ സ്പീഡ് എന്തായിട്ടാണ് മാറുന്നത്? സ്പീഡ് എന്തായിട്ടാണ് മാറുന്നത്? ഇത് രണ്ടും മൈനസ് ഇട്ടാൽ പ്രശ്നം ഉണ്ട്. അപ്പൊ പ്ലസ് ആണ് വരാ. അപ്പം ഇതില് പോസിറ്റീവ് വരാ എന്താണ്? 600 ആണ്. അപ്പം x ഈക്വൽ ടു 600 ആണ് വരാ. ഓക്കെ. ഇത് അതിന്റെ ഇടയിൽ വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a വെച്ചിട്ട് എക്സിന്റെ വാല്യൂ വേണമെങ്കിൽ കാണാം. ഇതിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം എക്സിന് വാല്യൂ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിമാനത്തിന്റെ യാത്രാ സമയം എത്രയാണെന്നുള്ളതാണ്. വിമാനത്തിന്റെ യാത്രാ സമയം അപ്പൊ എത്രയായിരിക്കും? ഈ ഒറിജിനൽ ടീൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 600/600 ടി ഈക്വൽ ടു 600/600 എത്രയാണ്? 1 ഹവർ ആയിരിക്കും വരിക. 1 ഹവർ ഓപ്ഷനിൽ ഉണ്ടാവുമല്ലോ. 1 ഹവർ ഓപ്ഷൻ എ ആണ് വരിക. ഇത് ഇമാരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഡിഗ്രി പ്രിലിംസിനോ അല്ലെങ്കിൽ RRBക്കോ SSCക്കോ ഒക്കെ ആണ് ചോദിക്കാറുള്ളത്. സോ ഇത് നിങ്ങൾ നോക്കി ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ ബൈ.